കാഞ്ചീപുരം സാരി ഉടുത്ത് വന്നതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ കാഞ്ചീപുരം സാരി ഉടുത്ത് വന്നതൊക്കെ സ്റ്റൈല് നന്നായിട്ടുണ്ട്. ഇനി സബ്സ്റ്റൻസ് നന്നാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് കാഞ്ചീപുരം സാരി ഉടുത്തതിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി പ്രസന്റ് ചെയ്യുന്ന ബഡ്ജറ്റിൽ അതിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകമായി നോക്കേണ്ടത്. പ്രതീക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഇതിന് മുൻപത്തെ ബഡ്ജറ്റിനെ കുറിച്ച് കൂടി ഒന്ന് പരാമർശിക്കണമല്ലോ. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ കേരളം എന്നോ കേരളത്തിന്റെ ഒരു വാക്കോ ഒന്നും നമ്മളാരും കേട്ടില്ല. പക്ഷെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. 3 മാസത്തിനുള്ളിൽ കേരളം തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ പേരിലാണെങ്കിലും പൊളിറ്റിക്കൽ ജിമ്മിക്കാണെങ്കിലും ഇലക്ട്രൽ വിക്ടറിക്ക് വേണ്ടിയാണെങ്കിലും അങ്ങനെയെങ്കിലും കേരളത്തിന് ലഭിക്കാനുള്ളത് ലഭിക്കണം, നൽകണം എന്നുള്ള പ്രതീക്ഷയാണ്. കേരളത്തിന് നന്മ വരണം, കേരളത്തിലേക്ക് വികസനം വരണം. എയിംസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, പ്രതീക്ഷയാണ്. നമ്മൾ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് എയിംസിനായി. സ്ത്രീകളെ കേന്ദ്രീകരിച്ചും ഇവരുടെ ഈ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ ഏറ്റവും ഒരു ഭീതിജനകമായ ഒരു സാഹചര്യമാണ് രാജ്യത്തുടനീളം. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് എത്രത്തോളം പദ്ധതികളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കേരളം പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ അതിന് മുമ്പൊക്കെ ആവശ്യപ്പെട്ടിരുന്നു, ലഭിച്ചിരുന്നില്ല. ഇത്തവണയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഇടപെടൽ സഭയിലുണ്ടാവും. കേരളത്തിന് വേണ്ടി കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒന്നടങ്കം എപ്പോഴും ശബ്ദിക്കുന്ന കാര്യമാണ്. കേരളത്തിന് വേണ്ടി അതിൽ ഒരു വേർതിരിവ് നമുക്ക് ആർക്കുമില്ല. കേരളത്തിന് നൽകേണ്ട കാര്യങ്ങൾ, പദ്ധതികൾ, സ്കീമുകൾ, ഗ്രാന്റുകൾ കഴിഞ്ഞ തവണത്തെ അതിന് മുൻപത്തെ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഗ്രാന്റ് കഴിഞ്ഞ തവണ കേരളത്തിന് ലഭിച്ചത് അതിനേക്കാൾ കുറവാണ്. അപ്പോൾ അതൊക്കെ ലഭിക്കുന്ന കാര്യത്തിലാണെങ്കിലും കേരളത്തിൽ ലഭ്യമാകേണ്ടത് അതൊരു രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ എല്ലാവരും പാർലമെന്റിലുണ്ട്. എയിംസ് ഇല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയിംസ് ഇല്ല എന്നൊന്ന് വരികയാണെങ്കിൽ ഡോക്ടർ വി ശിവദാസൻ MP, ഇ.ടി. മുഹമ്മദ് ബഷീർ MP എല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും? എയിംസ് എന്ന് പറയുന്നത് കൂട്ടായ ഒരു ആവശ്യമാണ്, കൂട്ടായ പ്രതീക്ഷയാണ്. കേരളത്തിലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മളപ്പോൾ പക്ഷേ ഇത് തീർച്ചയായും കേരളത്തെ ഇതുവരെ അവഗണിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഇനിയെങ്കിലും ആ അവഗണനയെല്ലാം മാറ്റിവെച്ച് കേരളത്തെ ഇലക്ഷൻ ഗിമ്മിക്കായിരിക്കുമോ? ഇലക്ഷൻ ഗിമ്മിക്കായിരിക്കും. ഇനി അതാണെങ്കിൽ പോലും, ഇലക്ഷൻ ഗിമ്മിക്കിന്റെ പേരിലാണെങ്കിൽ പോലും കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യും. അതിവേഗ റെയിലും RRTS ഉണ്ട്. ഏതാണ് കോൺഗ്രസിന്റെ സജഷൻ? RRTS ആണ് നല്ലതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയുന്നത്. അത് കൃത്യമായി തന്നെ അതിന്റെ പഠനങ്ങളൊക്കെ നടത്തി അതേക്കുറിച്ചൊക്കെ പറയും. ഏതായാലും കേരളത്തിനെ ഇനി ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തോടുള്ള അവഗണന ഈ തെരഞ്ഞെടുപ്പൊന്ന് മുൻനിർത്തിയെങ്കിലും അവസാനിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാകുകയാണെങ്കിൽ അത് അങ്ങനെയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീട്ടമ്മമാർക്കൊക്കെ ബഡ്ജറ്റ് ഏറ്റവും വലിയ ദുരിതം, വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, ഇതൊക്കെ ഏറ്റവും വലിയ ദുരിതങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി പ്രതീക്ഷിക്കുന്നു.